Hello dear students, welcome to Target Learning App. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC എക്സാമിന് ഇന്ന് കഴിഞ്ഞ മാത്സിൻ്റെ ആൻസർ കീയാണ്. ഓക്കെ, അപ്പോൾ എക്സാമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എക്സാമിൻ്റെ ആൻസർ കീ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഈ 29 ക്വസ്റ്റ്യൻ അടിച്ചു വിട്ട് നമ്മൾ എന്ത് ചെയ്യും, തീർക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കുറേ കണ്ട ക്വസ്റ്റ്യനാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അല്ലേ, 1, 11, 21 എന്ന് പറഞ്ഞ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് കാണാനാണ്, കോമൺ ഡിഫറൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ, പൊതുവ്യത്യാസം കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ തന്നു കഴിഞ്ഞാൽ രണ്ട് തൊട്ടടുത്തുള്ള പദങ്ങളുടെ വ്യത്യാസം കണ്ടാൽ മതി. അപ്പോൾ D = 11 - 1 നമുക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ഉത്തരം കിട്ടും. രണ്ടാമത്തെ ഉത്തരം നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ എന്താണ്, 10ാമത്തെ പദം അല്ലെങ്കിൽ 10th ടേം കാണാനാണ്. 10th ടേം കാണാൻ നമുക്കറിയാം x10 = എന്താണ്, x1 + 9d. ഒന്നാമത്തെ പദത്തിനോട് 9d കൂട്ടിയാൽ മതി. അപ്പോൾ 1 + 9 × 10 അപ്പോൾ എത്രയാ, 91 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കൾ. നോക്കടാ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇൻ ദിസ് ഫിഗർ O is the center ആണ്. ഓക്കെ, കുഴപ്പമില്ല. ആംഗിൾ AQB എന്ന് പറഞ്ഞാൽ 110 ആണ് എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി. ഓക്കെ, ഇത് 110 ഡിഗ്രിയാണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് 110 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ APB. ആംഗിൾ APBൻ്റെ മെഷർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ. എടാ നോക്കടാ, APBQ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ, ഒരു ചക്രീയ ചതുർഭുജമാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ, 70 ഡിഗ്രി ആയിരിക്കും. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ കിട്ടി, എ ക്വസ്റ്റ്യൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആംഗിൾ AOB എത്രയാണെന്ന ക്വസ്റ്റ്യൻ. എടാ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇയാൾ നേരെ ഹാഫ് ആയിരിക്കും ഉണ്ടാവുക. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും, 35 ഡിഗ്രി ആയിരിക്കും. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 70 ഡിഗ്രി, ഇത് 35 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. നോക്കടാ, ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് സാധാരണ ചോദിക്കേണ്ട ടൈപ്പല്ല, ചെറിയൊരു ടെസ്റ്റിംഗ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്ക്, നമുക്ക് കുറച്ച് 8 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. 20, 20, 24, 32, X, 40, 45 and 48. ഓക്കെ, ഇവരുടെ മീഡിയൻ അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, മധ്യമ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ് മക്കളെ, മീഡിയൻ 34 ആണ്. ഓക്കെ, പെർഫെക്റ്റ്. നമ്മളോട് പറഞ്ഞ എക്സിൻ്റെ വാല്യൂ കാണാനല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ച്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഈവൻ നമ്പർ അല്ലേ, ഈവൻ അല്ലേ, എണ്ണം എത്ര എണ്ണം ഉണ്ട്, ഈവനാണ്, 8 ആണ് അല്ലേ. ഈവൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം, 2 മിഡിൽ ടേം ഉണ്ടാവും, 2 ആൾക്കാർ നടുവിലുണ്ടാവും. അതാരൊക്കെയാണ് നോക്കിയാൽ മനസ്സിലാവും. ആ 2 ആൾക്കാർ ഒന്ന് 32ഉം X ഉം ആണ്. ഓക്കെ, അപ്പോൾ മീഡിയൻ എങ്ങനെ കാണുന്നത്, 32ഉം X ഉം കൂട്ടുക by 2 അല്ലേ. അപ്പോൾ 32 + X/2 എന്ന് പറഞ്ഞാൽ 34 ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്, റെഡി. പക്ഷേ നമുക്ക് X അല്ലേ കാണണ്ടേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ, ഈ 2നെ എന്ത് ചെയ്യുക, ഈ 2നെ ഇങ്ങോട്ട് തട്ടുക, ഈ 2നെ ഇങ്ങോട്ട് തട്ടുക, അങ്ങോട്ട് കൊണ്ടോ. അപ്പോൾ 32 + X = 2 × 34 എന്ന് പറഞ്ഞാൽ 68 ആവും. പിന്നെ ഈ 32നെ അങ്ങോട്ട് തട്ടുമ്പോൾ 68 - 32, അപ്പോൾ Xൻ്റെ വാല്യൂ 36 എന്ന് കിട്ടും. വലിയ പണിയൊന്നുമില്ല, ആ കൺസെപ്റ്റ് അറിഞ്ഞ ചങ്ങായിക്ക് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുകൾ കുറേ വട്ടം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ. നോക്ക്, ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി സ്ക്വയർ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ജോയിൻഡ് അല്ലേ. ഒരു സ്ക്വയർ ഉണ്ട്, ഇവർ ഈ മിഡ് പോയിന്റ്സ് ഉപയോഗിച്ച് ഞാൻ വേറൊരു സ്ക്വയർ ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഓക്കെ, ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ ലാർജ് സ്ക്വയർ, ഇതിനുള്ളിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് വിത്തിൻ ദ ഷെയ്ഡ് പോർഷൻ. ഈ ഷെയ്ഡ് ചെയ്ത് ഈ പോർഷനിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ പണ്ട് പറഞ്ഞത് ഇനി ഓർമ്മ ഉണ്ടോ, ഇതിനെ ഈക്വൽ പീസസ് ആക്കി മാറ്റുക. എന്താക്കുക, ഈക്വൽ പീസസ് ആക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് നോക്കണ്ടേ, ഷെയ്ഡഡ് പോർഷൻ അല്ല വികണ്ടേ. അപ്പോൾ നോക്കുക എത്ര ഷെയ്ഡഡ് പോർഷൻ ഉണ്ട് നോക്കുക. എത്ര ഉണ്ട്, 1, 2, 3, 4. അപ്പോൾ ചെയ്യേണ്ടത് എന്താ അറിയോ, പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ, പ്രോബബിലിറ്റി കാണാനുള്ള ഏറ്റവും സുഖമുള്ള പരിപാടി എന്താ അറിയോ, ഇങ്ങനെ ഷെയ്ഡഡ് പോർഷൻ തരുന്ന സമയത്ത് നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഉള്ളിലല്ലേ വരണ്ടേ. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ 4 /
ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്, ടോട്ടൽ എത്ര ത്രികോണങ്ങളുണ്ട് നോക്കുക. നോക്ക് 1 2 3 4 5 6 7 8 4/8, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, കട്ട് ചെയ്താൽ 1/2 എന്ന് കിട്ടും. 1/2. ഇതൊക്കെ മിക്ക കുട്ടികളും ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. നമ്മളെ കയ്യിൽ ഒരു അൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ട്, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു അൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ട്. ആരാണ്? 3n-2. ഓക്കെ, ഒരു 3n-2 നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ആണ്ടി ഫസ്റ്റ് ടേം കാണാം, അല്ലെങ്കിൽ ഒന്നാമത്തെ പദം കാണണം. ഒന്നാമത്തെ പദം കാണാം മക്കളെ, നമുക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത്. ഈ n-ന് 1 കൊടുത്താൽ മതി. ഈ n-ന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 3 × 1 3 - 2 = 1 എന്ന് കിട്ടും. സിമ്പിൾ, വെരി സിമ്പിൾ. യെസ്, എ ക്വസ്റ്റ്യൻ കിട്ടി. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്. ആദ്യത്തെ 50 പദങ്ങളുടെ എന്ത് കാണണം? തുക കാണണം. ഓക്കെ, ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക മക്കളെ? നമുക്കറിയാം എസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? n/2 × x1 + xn ആണ് അല്ലേ? നോക്കടാ, 50 പദങ്ങളുടെ തുക കാണണമെങ്കിൽ ഇക്വേഷൻ n/2 × x1 + xn. അപ്പോൾ 50/2 × ഒന്നാമത്തെ പദം പ്ലസ് 50ാമത്തെ പദം, അല്ലെങ്കിൽ 15th ടേം അല്ലേ? 50ാമത്തെ ടേം കാണും. ഓക്കെ, എടാ 50th ടേം നമുക്ക് അറിയോ? നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ കാണണം. അതെങ്ങനെ കാണുക നോക്കടാ. 50th ടേം കാണാൻ നമ്മൾ എന്താ, ഈ ഇക്വേഷനിലേക്ക് ഈ n-ന് 50 കൊടുത്താൽ മതി. അപ്പോൾ നോക്ക്, 3 × 50 - 2, 3 × 50 3 × 50 എത്രയാണ്? 150. 150 - 2 = 148. സെറ്റ്. അപ്പോൾ 50ാമത്തെ പദം കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തോ. S = എന്താണ്? 50/2 × x1 + x50. സെറ്റല്ലേ? ആണ്. = 50/2. ഒന്നാമത്തെ പദം ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 1 ആണ്. 15th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 148 ആണ്. ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 × 149 = 3725 എന്ന് നമുക്ക് കിട്ടും. 3725 എന്ന് കിട്ടും. ഓക്കെ, വലിയ പണിയില്ലാത്ത സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനും വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. Draw a triangle of circumradius 3 cm and 2 of its angle is 55 degree and 62 1/2 degree. എടാ, ഒരു പണിയില്ല, പരിവൃത്തം വരയ്ക്കാനാണ് ശരിക്കും ചോദിച്ച്. ശരിക്കും സർക്കിൾ വരച്ചിങ്ങാട്ട് ട്രയാങ്കിൾ വരയ്ക്കാനുള്ള കൺസെപ്റ്റാണുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ആലോചിച്ചോ, ഉള്ളിൽ ഒരു ഇതാണ് ആള് അല്ലേ? ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇയാളുടെ ഈ ആംഗിൾ 55 ഡിഗ്രിയും തന്നിട്ടുണ്ട്, മറ്റത് 62 1/2 ഡിഗ്രി, 62.5 62.5 ആംഗിളിലാണ് തന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം വരയ്ക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കറിയാം, ആദ്യം റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ആരം വെച്ചിട്ട് ഒരു വൃത്തം ആദ്യം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? തന്നിരിക്കുന്ന ആംഗിളിലെ 55, അതേപോലെ തന്നെ 62.5, ഇയാളുടെ നേരെ ഡബിൾ എടുക്കുക. ഇയാളുടെ നേരെ എന്ത് ചെയ്യുക? ഡബിൾ എടുക്കുക. ഇയാളെ നേരെ ഡബിൾ എടുക്കുന്ന സമയത്ത് 55 ഡബിൾ എത്രടാ? 110 ഡിഗ്രി. 62.5 ഡബിൾ എന്ന് പറയുമ്പോൾ 125 ഡിഗ്രി. അത് രണ്ടും ഇവിടെ സെൻറ്ററിന്ന് മാർക്ക് ചെയ്യുക, നേരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ചിത്രം ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, വലിയ പണി ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഇയാളെ കിട്ടി, ഇയാളെ വെച്ചിട്ട് ഈ 2 ആംഗിൾ നമ്മൾ ഐഡിയൽ ഉണ്ടാക്കണം, എന്നാൽ ഒറ്റയടിക്ക് ഫിഗർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു, ചോദിച്ചിട്ടുണ്ട്. നോക്കിയോളി. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 12 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡ്. ഒരാളുടേത് മറ്റൊരാളുടേതിനേക്കാൾ 12 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെറ്റ്, റെഡി. ഒരാൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റേ ആൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സ്മോളർ സൈഡ് എക്സ് ആണെങ്കിൽ ഫോം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. നോക്കിയാടാ മക്കളെ, നോക്കൂ, ഇത് അപ്പുറത്തേക്ക് മാറ്റിയാണ്. സ്മോളർ സൈഡ് എക്സ് ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ലോങ്ങർ സൈഡ് എന്തായിരിക്കും? 12 കൂട്ടിയാലല്ലേ അടുത്ത സൈഡ് കിട്ടുക? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് 12 + x ഒറ്റയടിക്ക് കിട്ടി. സെറ്റ്. ഇയാളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 864 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇക്വേഷൻ എന്താ?
ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എൽ ഇൻറ്റു ബി അല്ലേ ആണ്. നീളം ഇൻറ്റു വീതി അല്ലേ ആണ്. എൽ ഇൻറ്റു ബി. നോക്കടാ, ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എൽ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടുവും ബി എന്ന് പറഞ്ഞാൽ എക്സും ആക്കി എടുക്കുക. ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 864. ഓക്കെ, ജസ്റ്റ് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇയാൾ ഉള്ളിലേക്ക് എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എന്താ? 12x ഈസ് ഈക്വൽ ടു 864. കിട്ടി. ഒന്നാമത്തെ ഉത്തരം കിട്ടി. ഒന്നാമത്തെ ഫോം ചെയ്യുക. ജസ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യം ഉണ്ടാക്കി വെച്ചാൽ മതി. ഉണ്ടാക്കി വെച്ചു. സെറ്റ്. ബി ക്വസ്റ്റ്യൻ അത് കറക്റ്റ് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കാണാനാണ്. അത് എങ്ങനെ കാണില്ല ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 മെത്തേഡിലാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യല്. 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ എക്സ് ഇക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a, അല്ലെങ്കിൽ നമുക്കറിയാം വർഗത്തികവ് അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യലുണ്ട്. അപ്പോൾ നോക്കിയോളി, സോറി ഇക്വേഷൻ അല്ല, വർഗത്തികവ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ കംപ്ലീഷൻ ആണ് അല്ലേ? കംപ്ലീറ്റിംഗ് ദ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 12x ഈസ് ഈക്വൽ ടു 84 അല്ലേ? നോക്കിക്കോ, എക്സ് സ്ക്വയർ പ്ലസ് 12x ഈസ് ഈക്വൽ ടു 864. സെറ്റ്. ഇതെങ്ങനെ ചെയ്യലേ അറിയോ? ശ്രദ്ധിച്ചു. എക്സിൻ്റെ കൂടെയുള്ള ആളെ നോക്കുക. ആരാണ്? 12. അയാൾ ഹാഫ് എത്രയാണ്? 6. അയാളുടെ സ്ക്വയർ എത്രയാണ്? 36. അത് 2 ഭാഗത്തും ഈക്വലായിട്ട് ആഡ് ചെയ്യുക. എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് 12x. ഇയാളുടെ ഹാഫിൻ്റെ സ്ക്വയർ എത്രയാണ്? 36. ഈക്വലായിട്ട് 2 ഭാഗത്തും ആഡ് ചെയ്യുക. 36 ഈക്വലായിട്ട് 2 ഭാഗത്തും ആഡ് ചെയ്യുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ഈസ് ഈക്വൽ ടു 864 പ്ലസ് 36 ആയി. ഓക്കെ, ഇനി ഇയാളെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നീനി. എങ്ങനെയാണ്? ഫസ്റ്റ് ടേമിന് എക്സ് സ്ക്വയറിന് എക്സിന് എടുക്കുക, 12x ഈ 12ൻ്റെ ഹാഫിന് എടുക്കുക, 6. ഇയാളെ സ്ക്വയർ ഇടുക ഈസ് ഈക്വൽ ടു 900 എന്ന് എഴുതുക. എന്നിട്ട് ഈ സ്ക്വയറിന് അങ്ങനെ തട്ടുമ്പോൾ റൂട്ട് 900 എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു റൂട്ട് 900 എന്ന് പറഞ്ഞാൽ എത്ര? പ്ലസ് ഓർ മൈനസ് 30 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസിൻ്റെ വാല്യൂൻ്റെ ആവശ്യമില്ല, കാരണം നീളം അല്ലെങ്കിൽ ലെങ്ത്തുകൾ ഒരിക്കലും മൈനസ് ആവില്ല. അതുകൊണ്ട് ഞാൻ പ്ലസിൻ്റെ വാല്യൂ മാത്രം അവിടെ എഴുതി. എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ 30. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 6 അല്ലെങ്കിൽ 24 എന്ന് കിട്ടും. അപ്പോൾ സൈഡുകൾ ആരൊക്കെയാണ്? അപ്പോൾ 24 ആണ് എക്സ് എന്ന് കിട്ടി. എക്സ് 24 ആണ് എന്ന് കിട്ടി. മറ്റേ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 12 അല്ലേ എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 12 എന്ന് കിട്ടും. അതെത്രയാണ്? 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്രയാണ്? 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ. ക്ലിയർ. ഇത് രണ്ടുമാണ് ചെയ്തുണ്ടാക്കുക. അപ്പോൾ ഇയാളെ സോൾവ് ചെയ്യലുള്ള ഐഡിയ ഉണ്ടാക്കണം. എന്താ? ഇയാൾ തെറ്റിക്കരുത്. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇയാളാണ്. കമോൺ. ഒരു പാരലോഗ്രാം തന്നിരിക്കുന്ന ഒരു സാമാന്തരികം നമ്മളെ കയ്യിലുണ്ട്. ഈ സാമാന്തരികത്തിൻ്റെ 2 വശങ്ങൾ അല്ലെങ്കിൽ 2 സൈഡ്സ് എന്നിട്ടുണ്ട്. ഇയാൾ 10 സെൻറ്റിമീറ്റർ ആണ്, ഇയാൾ 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ഒരു ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, നമ്മോട് കാണാൻ പറഞ്ഞ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് ഓഫ് ദി പാരലോഗ്രാം. താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കാണുക. ഈ 2 വശങ്ങളിൽ ഈ 2 സൈഡ്സ്, ഈ 2 സൈഡ്സുകളുടേതാ ഈ ഡിസ്റ്റൻസ് കാണാനാണ് അല്ലേ? അവർ തമ്മിലുള്ള ആ ഡിഫറൻസ്, അകലം, അതെങ്ങനെ കാണാം മക്കളെ? നോക്കടാ, ഈ 2 ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടി. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ അകലം എന്ന് പറഞ്ഞാൽ അപ്പോൾ തൽക്കാലം ഇളങ്ങട് കൊണ്ടുവരാം കേട്ടോ, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാ. ഈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലടാ ഇയാളെന്ന് പറഞ്ഞാൽ അല്ലേ? യെസ്. അപ്പം നോക്കടാ, ഇത് 60, ഞാൻ ഇയാളെ 30 ഡിഗ്രി ആവും അല്ലേ? ഇത് 60 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആവും. ഇത് 90 ഡിഗ്രി ആവും. അപ്പോൾ ഇതെന്താ? 30 ഡിഗ്രി. യെസ്, 30 60 90 ട്രയാങ്കിൾ ആയില്ലേ? നോക്കടാ, 30 60 90 ഉള്ള ആംഗിളുള്ള ട്രയാങ്കിളായിട്ട് മാറി. അതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് അറിയാം, 1:√3:2. ശ്രദ്ധിച്ചോ? 90ൻ്റെ ഓപ്പോസിറ്റ് 6. 90ൻ്റെ ഓപ്പോസിറ്റ് 6. റെഡി? അങ്ങനെയാണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 3 ആണ്. 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 3 ആണ്. 60ൻ്റെ ഓപ്പോസിറ്റോ? 3√3. 60ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 3√3. സെറ്റാണ്. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് 3√3. അപ്പോൾ നമുക്ക് കിട്ടി ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 3√3 എന്ന ഒറ്റ അടിക്ക് ഉത്തരം കിട്ടി. സെറ്റ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഏരിയ കാണാനാണ്. ഏരിയ എ ഈസ് ഈക്വൽ ടു ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാൻ ബി ഇൻറ്റു എച്ച് ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 10, ഹൈറ്റ് എന്ന് പറഞ്ഞത്രേ 3√3, 3√3 കിട്ടും അല്ലേ, 3√3. റെഡി, 10 ഇൻറ്റു 3 എത്രയാടാ, 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ഇയാളിതാ ഒരാൾ 0,0 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 0,0. മറ്റേ ആൾ 10,0 ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നമ്മളെ കയ്യിലുണ്ട് ഒരു സമഭുജ ത്രികോണമുണ്ട്, ഫുൾ സെറ്റ്. ഓക്കെ, ഈ കൈ അവിടെ വെക്കട്ടെ, ഇതവിടെ നിൽക്കട്ടെ. ഈ നോക്ക്, എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. എടാ, ഇയാൾ ഒരു സൈഡ് കാണാൻ, ഒരു വശം കാണാൻ, ഈ 3 വശം തുല്യമായിരിക്കും, ഈ 3 സൈഡ്സും സെയിം ആണ്, കാരണം ഒരു ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആണ്. അത് മാത്രമല്ല എല്ലാ ആംഗിളും എന്തായിരിക്കും, 60 അല്ലെങ്കിൽ 60 ഡിഗ്രിയാണ്. അത് നമുക്ക് ഐഡിയ ഉണ്ടായി, സെറ്റ്. ഓക്കെ, നമുക്ക് ഒരു സൈഡ് കാണണം അല്ലേ. നോക്കടാ, ഇത് 0,0, ഇത് 10,0 അല്ലേ ആണ്. ഈ ഡിസ്റ്റൻസ് കണ്ടാൽ പോരെ, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അത് √(x2 - x1) പ്ലസ് y2 - y1). അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചില്ലാലും കുഴപ്പമില്ല, കാരണം ഇവിടെ y കോർഡിനേറ്റ് സെയിമാണ്, y സൂചക സംഖ്യ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി, എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം എടുത്താൽ മതി. 10 - 0, 10 - 0 എന്ന് പറഞ്ഞാൽ എത്രയാടാ, ഇതിനെ മോഡ് എടുക്കുക, എത്രയാണ്, അപ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്രയാടാ, 10. ഒരാൾ 10 ആണെങ്കിൽ ബാക്കി മൊത്തം 10 ആയിരിക്കും, സെറ്റ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. ഇതാ ഈ ത്രികോണത്തിൻ്റെ എന്ത് കാണണം, ഹൈറ്റ് കാണണം. മക്കളെ നോക്കടാ, ഈ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോ, അത് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഇത് 10 അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പകുതി എത്ര ആയിരിക്കും, ഇത് 5, ഇത് 5, സെറ്റല്ലേ. ഓക്കെ, ഇത് 5, ഇത് 5, ഓക്കെ, സെറ്റാണ്. ഇനി നോക്കിക്കോ, ഇത് മൊത്തം 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ ഒരു ഭാഗം മാത്രം എത്ര ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി അല്ലേ, ഇത് മാത്രം 30 ഡിഗ്രി അല്ലേ. യെസ്, 30, 60, 90. ശ്രദ്ധിച്ചോ, 30, 60, 90 അടുത്ത ട്രയാങ്കിളായി മാറി. എന്താ, 1:√3:2. ശരിയല്ലേ, ആണ്. നോക്കിക്കോ, 30ൻ്റെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റ് 5√3 ആണ്, 90ൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 10 ആയിരിക്കും. ശരിയല്ലേ. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് എത്രയാടാ, 60ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടി, എത്രയാണ്, 5√3. എത്രയാണ്, 5√3 കിട്ടി. അപ്പോൾ ഇതിന് ഹൈറ്റ് കിട്ടി, ഇതിന് ഉയരം കിട്ടിയില്ലേ, കിട്ടി. അപ്പോൾ എ ക്വസ്റ്റ്യനും സെറ്റാണ്, ബി ക്വസ്റ്റ്യനും സെറ്റാണ്. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി തേർഡ് വെർട്ടെക്സ്. ഒരു വെർട്ടെക്സ് കിട്ടി, 1, 2 ഈ 3 ഇയാളെ കാണണം. ശരിയല്ലേ മക്കളെ, നോക്കൂ, ഇയാളുടെ കോർഡിനേറ്റ്, ഇയാളുടെ സൂചക സംഖ്യ കാണണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അവിടുന്ന് നേരത്തായോട്ട് നോക്കുക. അപ്പോൾ എക്സിൽ എവിടെയും മീറ്റ് ചെയ്യുക നോക്കുക, ഇത് എത്രയായിരിക്കും, ആലോചിച്ചാൽ മതി. ഇത് മൊത്തം 10 ആണെങ്കിൽ ഈ പകുതി ഇയാൾ എത്രയാണ്, 5 ആണ് അല്ലേ, ആണ്. അപ്പോൾ ഇയാളുടെ എക്സ് കിട്ടി 5. ഇയാളെ വൈ നോക്കുന്ന സമയത്ത് ഇതാണ് ഇയാളെ വൈ സൂചക സംഖ്യ, അല്ലെങ്കിൽ വൈ ഇവനായിരിക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ദൂരം, ഈ അകലം, ഈ ഡിസ്റ്റൻസ് അല്ലേ. ഇതെത്രയാണ് നോക്കിയാൽ ഇത് എത്ര തന്നെയാണ്, 5√3 ആണ്. അപ്പോൾ ഇത് 5,5√3 എന്ന് കിട്ടും, 5,5√3 എന്ന് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ പാസസ് ത്രൂ ദി പോയിന്റ് 4,3 അല്ലേ. ഒരു സർക്കിൾ ഉണ്ട്, ഈ സർക്കിളിൻ്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എവിടെയാണെന്നാണ് പറഞ്ഞ്, കേന്ദ്രം ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവിലാണ്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എത്ര, 0,0 ആയിരിക്കും, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇത് 4,3 കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതും പെർഫെക്റ്റ് ആണ് മക്കളെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ റേഡിയസ് കാണണം, ഇതല്ലേ റേഡിയസ്, ഇതല്ലേ 6 അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ കാണണ്ടേ, 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാലോ. എന്താണ്, എന്താണ് x2 - x1 the whole square plus y2 - y1 the whole square is equal to x2 - x1 4 - 0, 4 - 0ത്തിൻ്റെ സ്ക്വയർ പ്ലസ് 3 - 0ത്തിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, എടാ 4 - 0 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4ൻ്റെ സ്ക്വയർ എത്രടാ,
16 പ്ലസ് 3 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ എത്രയാണ് 9 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 എത്രയാണ് 5 എന്ന് കിട്ടി. സെറ്റല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് 5 ആണ്. ഇത് 5 ആണെങ്കിൽ ഇതും 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ്, ഇതൊക്കെ 5. കാരണം എന്താ? റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. ഡൗട്ടില്ല. സെറ്റ്. ഈ വൃത്തം y അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കൾ കാണും അല്ലേ? റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വേർ ദി സർക്കിൾ കട്ട് ദി y ആക്സിസ്. എടാ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കാണാൻ ഈ പോയിന്റും കാണാൻ സിമ്പിൾ. ഇങ്ങോട്ട് നോക്ക്, y ആക്സിസ് അല്ലേ? y ആക്സിസിൽ അല്ലെങ്കിൽ y അക്ഷത്തിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും 0, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും 0 കിട്ടി. ഈ അകലം എത്ര? 5. ഇത്ര പണിയുള്ളൂ. ഈ അകലം അടിയിക്ക മൈനസാ. അപ്പോൾ ഇയാളെത്ര? -5. അറിഗറ്റ്? യെസ്. പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 16 ആൻഡ് 21st ടേം ഈസ് 124. ഓക്കെ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. മക്കളെ നോക്കടാ, കോമൺ ഡിഫറൻസ് കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിക്കോളി, 2 ടേംസ് ഉണ്ട്. ഈ 2 ടേംസിൻ്റെയും കോമൺ ഡിഫറൻസ് കാണാൻ നിങ്ങൾക്ക് അറിയാം. കോമൺ ഡിഫറൻസ് കാണുന്ന സാധനം എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കടാ, അത് ചെയ്യുന്ന സമയത്ത് x3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിക്കണ് 16 ആണ്, x21 124 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ നേരെ ഡി കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? x21 മൈനസ് x3 ഡിവൈഡഡ് ബൈ 21 - 3 എന്ന് എഴുതുക. ഓക്കെ ആണോ? എന്നിട്ട് ഈ സ്റ്റെപ്പിലേക്ക് വാ എന്ന് പറഞ്ഞാൽ ഇവിടേക്കല്ല, ഇങ്ങോട്ടേക്ക് വാ. ഓക്കെ, x21 എന്ന് പറഞ്ഞാൽ 124 മൈനസ് 16 ഡിവൈഡഡ് ബൈ 21 - 3. ഇത് ചെയ്യുമ്പോൾ 108/18 കിട്ടും, 6. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഒന്നാമത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കാണണം അല്ലേ? എടാ നമ്മളെ കയ്യിൽ മൂന്നാമത്തെ ടേം ഇല്ലേ? മൂന്നാമത്തെ ടേമിൽ നിന്ന് 2d കുറച്ചാൽ ഒന്നാമത്തെ ടേം കിട്ടും. അതാണ് അവിടെ എഴുതി. ഇങ്ങോട്ട് നോക്ക്, ഇയാൾ അവിടെ ഇങ്ങോട്ട് നോക്ക്, അതാണ് ഇവിടെ എഴുതി. ഇങ്ങോട്ട് നോക്ക്, എന്താണ്? x1 ഈസ് ഈക്വൽ ടു x3 - 2d എന്ന് പറഞ്ഞാൽ 16 - 2 × 6, 16 - 12 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ അല്ലേ? യെസ്, പരിപാടി കഴിഞ്ഞ്. അങ്ങനെ ബി ക്വസ്റ്റ്യൻ കിട്ടി. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 280 ഇൻ ദിസ് സീക്വൻസ്? എടാ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 280 ഇൻ ദി സീക്വൻസ് അല്ലെങ്കിൽ 280 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? എത്രാമത്തെ പദം എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും നിങ്ങൾ എന്ത് കാണാനാണ്? ആ n കാണാനാണ് അല്ലേ? എന്ത് കാണാനാണ്? n കാണാനാണ്. മക്കളെ നോക്കടാ, ആ n കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നോക്കിക്കോളി. n ഈസ് ഈക്വൽ ടു xn മൈനസ് x1/d + 1 ആണ്. xn എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ലാസ്റ്റ് ടേം നമുക്ക് 280 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 4. എത്രയാണ്? 4/6 + 1. ഓക്കെ, 280 4 കുറച്ച് എത്ര? 276/6 + 1 46 + 1 47. അപ്പോൾ 47 പദങ്ങൾ ഉണ്ടെന്ന് അർത്ഥം എന്നുണ്ടെങ്കിൽ 47ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 280 ആണെന്നാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക കുട്ടികളും ചില സമയത്ത് കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ്. കാരണം രണ്ട് സാധനം ഒപ്പരെ എടുക്കുന്ന കേസ് ഇല്ലേ? അപ്പോൾ നോക്ക്, 2 പെട്ടികളുണ്ട്, 2 ബോക്സ് ഉണ്ട്. ഒരു ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള ചെറിയ സ്ലിപ്സ് ഇട്ടാണ്. മറ്റേ ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള സ്ലിപ്സ് ഉണ്ട്. ഓക്കെ, സെറ്റ്. ഹൗ മെനി ഡിഫറെൻറ്റ് വേവ്സ് ക്യാൻ ബി ചൂസ് എ പെയർ ഓഫ് സ്ലിപ്സ്? എത്ര പെയറിൻ്റെ ഓഫ് ചാൻസ് ഉണ്ടെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, 2 കടലാസ് കഷ്ണങ്ങൾ എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാം? എത്ര ടൈപ്പ് ഉണ്ടെന്നാണ്. ഓക്കെ, എത്ര ടൈപ്പ് ഓഫ് പെയർസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? സിമ്പിളാണ്. ആ 2 പെട്ടി ആദ്യം വെറുതെ ഒന്ന് വരച്ചേക്കുക. ഇതിൽ 10 ഉണ്ട്, അതിൽ 20 ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 10, അതിൽ 20. ടോട്ടൽ ചാൻസ് കാണാൻ എന്താ ചെയ്യേണ്ടി അറിയോ? ഈ 2 ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി. 10 × 20 എത്രയാണ്? 200. പെർഫെക്റ്റ്. പ്രശ്നമുണ്ടോ? ഇല്ല. നോക്കിയോളി. അപ്പോൾ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ.
രണ്ടും ഒരേ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണെന്ന്. ഓക്കെ, രണ്ടും ഒരേ സംഖ്യ ആവാനല്ലേ എടാ, രണ്ടും ഒരേ സംഖ്യ ആവാനുള്ള ചാൻസ് അല്ലേ. നോക്കടാ, ഇതിൽ നിന്ന് എടുക്കുന്നതും 1 മുതൽ 10 വരെയുള്ളത് തന്നെ ആവണം, ഇതിൽ നിന്ന് എടുക്കുന്നതും 1 മുതൽ 10 വരെയുള്ള ആവണം. കാരണം 11 മുതലുള്ള നമ്പർ ഒന്നാമത്തെ പെട്ടിയിലില്ല. അപ്പോൾ രണ്ടിനും എടുക്കാനുള്ള ചാൻസ് സെയിം ആവണം എന്ന് പറയുകയാണെങ്കിൽ നോക്കിയോളി, പ്രോബബിലിറ്റി എന്താണ്, ആവാനുള്ള ചാൻസ് 10. എത്ര ടോട്ടൽ ചാൻസ് ഉണ്ട്? 200. സെറ്റല്ലേ? 10 0 0 കട്ട് 1/20. നോക്കിയോളി, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് കാരണം ഇത് എന്തുകൊണ്ട് അവിടെ മുകളിൽ 10 വന്ന് ചില നമുക്ക് ഡൗട്ട് വരാം. നോക്കിയോളി, എടാ ഇതിൽ 10 നമ്പർ ഉണ്ട്, 1 മുതൽ 2 ഇങ്ങനെ 10 വരെ ഇവിടെ ഉണ്ട്. ഇവിടെ 1 2 എത്ര വരെ ഉണ്ട്? 20 വരെ ഉണ്ട്. ഓക്കെ, ഇതിന് 10 എണ്ണേ ഉള്ളൂ, ഇതിൽ 20 ഉണ്ട്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് എത്ര എണ്ണ ഉള്ളത്? 10. 1 മുതൽ 10 വരെ ഇതിലുണ്ട്, 1 മുതൽ 10 വരെ ഇതിലുണ്ട്. അതുകൊണ്ട് 10 കോമൺ ആയിട്ട് കിട്ടുള്ളൂ. 10/200 എന്ന് പറഞ്ഞാൽ 1/20. സെറ്റല്ലേ? യെസ്, കിട്ടി. എയും ബിയും കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ നോക്കടാ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഈവൻ നമ്പർ ആൻഡ് 1 ഓഡ് നമ്പർ? ഒരു ഈവനും ഒരു ഓടും കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് ശ്രദ്ധിച്ചോളിട്ടോ. ഓടും ഈവനും കിട്ടാനുള്ള ചാൻസ് നോക്കടാ. ഞാൻ ഇപ്പോൾ നോക്ക്, ഈ പെട്ടിയിൽ നിന്ന് ഞാനൊരു നമ്പർ എടുത്ത് ആദ്യം ഓടാവാൻ ഞാൻ ഇപ്പോൾ പറയാം. ഇതിന് ഞാൻ ആദ്യം ഓട് എടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റത്തേൽ ഓട് എടുക്കാൻ പോവാണ്, രണ്ടാമത്തേൽ ഈവൻ എടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റത്തേൽ ഓട് എടുക്കുന്ന സമയത്ത് ഇതിൽ എത്ര ഓഡ് നമ്പർ ഉണ്ട്? എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 5 അല്ലേ? അപ്പോൾ നോക്ക്, 5 ഫസ്റ്റ് തരോ. ഇത് ഫസ്റ്റ് പെട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഫസ്റ്റ് പെട്ടി, ഇത് സെക്കൻഡ് പെട്ടി. ഫസ്റ്റ് പെട്ടിയിൽ നിന്ന് ഞാൻ ഓട് എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 10. സെറ്റ് ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ഈവൻ ഉണ്ട്? 10 ഈവൻ ഉണ്ട്. എത്ര ടോട്ടൽ നമ്പർ ഉണ്ട്? 20. സെറ്റാണ്. ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ആദ്യത്തെ പെട്ടി ഞാൻ ഓഡ് നമ്പറല്ലേ എടുത്ത്, അടുത്ത കേസിൽ എനിക്ക് വേണമെങ്കിൽ ആദ്യത്തെ പെട്ടിന് ഈവൻ നമ്പർ എടുത്തൂടെ? മറ്റേ പെട്ടിയിൽ നിന്ന് നേരെ കറസ്പോണ്ടിങ് ചേഞ്ച് ചെയ്യും, ഓഡ് നമ്പർ ആവും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇരട്ട സംഖ്യ എടുക്കും, ഇവിടുന്ന് ഒറ്റ സംഖ്യ എടുക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്ക്. ഇവിടുന്ന് ഞാൻ ഈവൻ നമ്പർ എടുക്കും. ഇവിടെ എത്ര ഈവൻ നമ്പർ ഉണ്ടാവും? അതും 5 ആണ്. 5/10 ഇൻറ്റു ഇതിലെത്ര ഓഡ് നമ്പർ ഉണ്ടാവും? ഒറ്റ സംഖ്യ ഉണ്ടാവും. 10 എത്രയാണ്? 20 എന്ന് വരും. ശരിയല്ലേ? യെസ്. ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ 10 പോയി നേരെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 5/20. 5/20 പ്ലസ് 5/20 ഈസ് ഈക്വൽ ടു 10/20 ഈസ് ഈക്വൽ ടു 1/2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സെറ്റല്ലേ മക്കളെ? പ്രശ്നമുണ്ടോ? ഇത് ഈ ആളെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഇടയ്ക്ക് പറയുന്ന കേസാണ് ഈ ആൾ. ഓക്കെ, ഇത് നിങ്ങൾ മറക്കരുത്. ഒരു ഈവന് ഒരു ഓട് വരുന്ന കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 10 ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആൻഡ് ദി നമ്പർ 7 മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നോക്ക്, ഒരു എണ്ണൽ സംഖ്യയുടെയും അതിനേക്കാൾ 7 കൂടുതലായ സംഖ്യയുടെയും ഗുണനഫലത്തോട് 10 കൂട്ടിയാൽ 304 കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്. ഇങ്ങോട്ട് ക്വസ്റ്റ്യന് പറഞ്ഞാണ് ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ നമ്പർ എന്താണ് നോക്കടാ. ഒരു നമ്പർ എക്സ് എടുത്ത് ഇതിനോട് എ കൂട്ടിയ വേറെ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ കിട്ടി. ഒന്നിന് ഉത്തരം കിട്ടി. സിമ്പിൾ. ബി ക്വസ്റ്റ്യൻ. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പറിൻ്റെ എ കൂട്ടിയ നമ്പറുമായിട്ട് ഇവൻ എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് എന്ന് പറയാൻ ഗുണിച്ച്, എന്നിട്ട് ഇവനോട് 10 കൂട്ടിയ സമയത്ത് മക്കളെ നമുക്ക് എത്ര കിട്ടുന്ന പറഞ്ഞാൽ 304 കിട്ടുന്ന ക്വസ്റ്റ്യന് പറഞ്ഞാണ്. എത്ര കിട്ടും? 304 കിട്ടും. ഓക്കെ, ഈ സാധനം ഉണ്ടാക്കിയെടുക്കൽ ആണ് നിങ്ങളെ പരിപാടി. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 304 എന്നാണ് ക്വസ്റ്റ്യന് പറഞ്ഞ്. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വാ. എന്നിട്ട് ഇതിനെ പൊളിച്ചെഴുതി. ഈ എക്സിനുള്ളിലേക്ക് എടുത്തപ്പോൾ x² പ്ലസ് ഈ എക്സിനെ എടുത്ത് എക്സ് ഇൻറ്റു എ എക്സ് മൈനസ് ഈ 304 ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും മക്കളെ? പ്ലസ് 304 മൈനസ് 304 ആവും. ഓക്കെ, എന്നിട്ട് ഈ 10 ഇവിടെ എന്ത് വരും? 10 മൈനസ് 304 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നിട്ട് എന്തായി മക്കളെ? മൈനസ് 294 ഈസിക്കൽ 0 എന്ന് വരും. ഓക്കെ, അത് നോക്കുക. എ എക്സിൻ്റെ കൂടെയുള്ള ആളാരാ? അതാണ് എ. അത് 1. ഈ x² കൂടെയുള്ള ആളാണ് എ 1.
എക്സിൻ്റെ കൂടെയുള്ള ആളാണ് ആര് ബി. ഓക്കെ, ഇനി നമ്പറായിട്ട് കുട്ടപ്പനായി നിൽക്കുന്ന ആളാണ് സി. സി ഈസിക്കൽ മൈനസ് 294. ഓക്കെ, നമുക്ക് കാണേണ്ട എന്താ ആദ്യം എക്സ് ഇസിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac എന്താണെന്ന് കാണുക. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. എന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സി എന്ന് പറഞ്ഞാൽ മൈനസ് 294 ആണ്. ഓക്കെ, ചെയ്യുന്ന സമയത്ത് 49 ഇവിടെയാണ് മക്കൾ തെറ്റിക്കുക. 4 ഇൻറ്റു 1 ഈ -4 -4 ഇൻറ്റു 1 -4. ഈ മൈനസും കൂടി ഇവിടെ പ്ലസ് ആവും, തെറ്റിക്കരുത്. എന്നിട്ട് 1176. ഓക്കെ, ഇത് 1225 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ഈസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എത്രടാ 1225 ഡിവൈഡഡ് ബൈ 2a. ദയാട്ടാ ഇത് എ ആണ്. 2a എന്ന് പറഞ്ഞാൽ എ എത്രയാണ് 1 ആണ്. അപ്പോൾ നേരെ എ 1 ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് 1225 വില നിങ്ങൾക്ക് അറിയോ 35 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇതിനെ 2 ആക്കിയിട്ട് എന്ത് ചെയ്താൽ മൈനസ് എ പ്ലസ് 35/2 ശരിയല്ലേ. ഇവിടെ വരും മൈനസ് എ മൈനസ് 35/2 എന്ന് വരും. ഓക്കെ, അപ്പം നോക്കുന്ന സമയത്തോ ഇതിൻ്റെ വില എത്ര വരിക? ഇതെന്ന് പറഞ്ഞാൽ 28/2 ഈസ് ഈക്വൽ ടു എത്ര വരും 14. എത്രയാണ് 14. ഇതോ മൈനസ് 42/2 മൈനസ് 42/2 ഈസ് ഈക്വൽ ടു മൈനസ് 21. എത്രയാണ് മൈനസ് 21 എന്ന് വരും. പ്രശ്നമുണ്ടോ മക്കളെ? ഇത്രയേ ഉള്ളൂ സോൾവ് ചെയ്തെടുക്കേണ്ടി. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്ന് മനസ്സിലാക്കേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇക്വേഷൻ മെത്തേഡാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഉപയോഗിച്ചത് ഇക്വേഷൻ മെത്തേഡാണ്. ഓക്കെ അല്ലേ? എക്സ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു ലാഡർ ഉണ്ട്. ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അല്ലേ മക്കളെ? യെസ്, ഇവൻ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇവൻ ചാരി വെച്ചിട്ടുണ്ട്. ഇവന് ഈ ഫുട്ടിൽ നിന്നും ഈ വാളിലേക്കുള്ള ഈ ദൂരം 3 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. ശരി, 3 മീറ്റർ ആണെന്ന് തോന്നുന്നു. 3 മീറ്റർ. ഇത് 3 മീറ്ററാണ്. ഓക്കെ, പെർഫെക്റ്റ്. ഇവന് അതേപോലെ തന്നെ ഇവൻ നിലത്തുമായിട്ട് ഈ ഫൂട്ടായിട്ട് ഒരു 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പെർഫെക്റ്റ്. അതും അവിടെ നിന്ന് ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് ഫസ്റ്റ് കാണാൻ പറഞ്ഞത് ഫൈൻ ദ ലെങ്ത് ഓഫ് ദി ലാഡർ. ഈ ലാഡറിൻ്റെ ഈ നീളം ഇത് കാണാനാ പറഞ്ഞത് അല്ലേ? ഓ നോക്കടാ, നോക്കൂ. ഇത് 3 അല്ലേ? ഇങ്ങോട്ട് നോക്കട്ടോ. ഇവിടെ നോക്കിക്കോ. ഇതാ ഈ ട്രയാങ്കിൾ എടുക്ക്. ഇപ്പോൾ അതാ ABC. ആ ട്രയാങ്കിൾ ABC, ആ ത്രികോണം ABC എടുക്കടാ. അത് നമുക്കറിയാം 30, 60, 90 ആണ്. ഇത് 30 ആണ്, ഇത് 90 ആണ്. 30, 60, 90 അല്ലേ? 30, 60, 90 ട്രയാങ്കിളിനെ കുറിച്ച് ഞാൻ ഇത്രാമത്തെ വട്ടം അവിടെ പറയണല്ലേ? 1:3:2. ശരിയല്ലേ? ഇനി നോക്കി, 30ൻ്റെ എതിരെത്രയാണ്? 3. 30ൻ്റെ എതിരെത്രയാണ്? 3. അങ്ങനെയാണ് 60ന് എത്രയാണ്? 3√3. ഇതോ 6 എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണ് നോക്കടാ. ഇത് 60ന് എതിരെത്രയാണ്? 3√3. 90ന് ഓപ്പോസിറ്റ് 6. അപ്പോൾ 1ൻ്റെ ഉത്തരം കിട്ടി. 1ൻ്റെ ഉത്തരം എത്രയാണ്? 6 ആണ്. എത്രയാണ്? 6 ആണ്. ശരിയല്ലേ? 6 മീറ്റർ. എത്രയാണ്? 6 മീറ്റർ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കടാ. The foot of the ladder is pulled to make an angle 30 degree with the floor. ഇതിങ്ങനെ പുൾ ചെയ്ത് ഈ രൂപത്തിലാക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഹൗ ഹൈ വിൽ ബി ഇറ്റ്സ് ടോപ്പ് ഫ്രം ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് മാണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും വായിക്കാം കേട്ടോ. ശ്രദ്ധിച്ചോളി. ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊരു ഒന്നൊരു ഫിഗർ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളി. ഇനി ഇയാളാട്ടോ ഇപ്പോൾ ഉള്ള ചിത്രം. ഓക്കെ, സെറ്റ്. ഇയാൾ എ ആണ്, ഇയാൾ ബി ആണ്, ഇയാൾ സി ആണ്. സെറ്റ്. ഇയാളെ ഡി കൊടുത്തോ, ഇയാൾ ഇ കൊടുത്തോ. ഓക്കെ, സെറ്റാണ്. ഇവനിപ്പോൾ താന്ന് ഈ കോലത്തിലായില്ലേ? ആയി. ഇങ്ങോട്ട് കാണാൻ പറഞ്ഞതാ ഈ ലെങ്ത്ത് കാണാനാ.
ആണ് അല്ലേ മക്കളെ? ഇനി നോക്കിക്കോളി, ഈ ലാഡറിൻ്റെ ലെങ്ത്ത് ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് എത്രയാണ്? 6. അത് 6 ആണെങ്കിൽ ഈ ലെങ്ത്തും എത്ര തന്നെയാണ്? 6 ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 6. 90ൻ്റെ ഓപ്പോസിറ്റ് 6. ഇത് 30. ഇത് എത്രയാണ്? 60. കമാൺ, ഒന്നുകൂടി വാ. സെയിം പോലെ ഒന്നുകൂടി ഇത് 30, 60, 90. എന്താണ്? 1:√3:2. കമാൺ, എന്താണ് 90ൻ്റെ ഓപ്പോസിറ്റ്? 6. അങ്ങനെയാണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 3. ഇതോ 3√3. 30ൻ്റെ ഓപ്പോസിറ്റ് ഇത് 3 ആയിരിക്കും. അപ്പോൾ ഇത് എത്ര മീറ്ററാണ് മക്കളെ? 3 മീറ്റർ എന്ന് കിട്ടും. എത്ര മീറ്റർ? 3 മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് -2,2 ആൻഡ് 5,10. 2 ബിന്ദുക്കൾ തന്നിട്ടുണ്ട്. ഈ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ? d = x2 - x1 the whole square plus y2 - y1 the whole square ആണ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ചില മക്കൾ പഠിച്ചിട്ടുണ്ടാവുക x2 - x1 ആയിരിക്കില്ല, x1 - x2 ആയിരിക്കും. അതായാലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 2 ഇക്വേഷൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, തിരിച്ചിട്ടാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നേരെ ഇക്വേഷൻ ഇടുക x1 - x2. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം എടുക്കുക. ഞാൻ ഇത് x1 ആക്കി എടുത്ത് ഇത് x2 ആക്കി എടുത്ത് നേരെ തിരിച്ചിട്ട് 5 - -1ൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത് 10 - 2. 10 - 2ൻ്റെ സ്ക്വയർ. 5 - -1 പറഞ്ഞാൽ ഈ മൈനസും പ്ലസ് ആയി. 5 + 1 6ൻ്റെ സ്ക്വയർ. 10 - 2 8ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ 36, 64, √100 എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് എന്ന് കിട്ടും. എത്ര കിട്ടും? 10 യൂണിറ്റ്. ഓക്കെ, സെറ്റ്. ഇനി നോക്കി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യനാണ്. Prove that the line joining these points passes through the point 11,8. ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര ഇവനാണ് ഒരു ബിന്ദു. -1,2. മറ്റും വേറൊരു ബിന്ദു ഉണ്ട്, വേറൊരു പോയിന്റ് 5,10 ഉണ്ട്. ഓക്കെ, ഇവന് എന്താ പറഞ്ഞത്? ഇവന് വേറൊരു പോയിന്റ് 11,8 പാസ് ചെയ്യുമെന്ന് നോക്കാനാ പറഞ്ഞത്. ഓക്കെ, എടാ ഈ 3 പോയിന്റ്സും ഒരു ലൈനിലാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ചരിവ് വരെ രണ്ടിൻ്റെയും സ്ലോപ്പ് സെയിം ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ രണ്ടിൻ്റെയും സ്ലോപ്പ് കണ്ടു നോക്കുക. അപ്പോൾ നോക്കുക, ആദ്യം ഞാൻ ഈ 2 പോയിന്റ് ഉപയോഗിച്ചു. ഈ എയും ഈ ബിയും ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ട സമയത്ത് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ആർക്കും അറിയില്ല. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു y2 - y1 by x2 - x1. എന്താണ്? y2 - y1 by x2 - x1. നേരെ കൊടുക്കടാ. y2 എന്ന് പറയുമ്പോൾ 10 മൈനസ് y1 എത്രയാണ്? 2 by x2 എത്രയാണ്? 5 മൈനസ് x1 എത്രയാണ്? -1. ഓക്കെ, 10 - 2 8, 5 - -1 6, 8/6 4/3 എന്ന് കിട്ടും. എത്ര കിട്ടും? 4/3. യെസ്. ഇനി ഈ 2 പോയിന്റ്സ് എടുക്കുക, ഈ ബിയും ഈ സിയും എടുക്കുക. ഓക്കെ, ഇതേപോലെ കണ്ടു വെക്കുക. 18 - 10 by 11 minus by 18 minus 10 by 11 minus 5 എന്ന് പറയാം 8/6. അതും 4/3 കിട്ടി. രണ്ടിനും സ്ലോപ്പ് സെയിം ആണ്. ഈ 3 പോയിന്റ്സും ഒരു ലൈനിലാണ്. ഈ 3 ബിന്ദു ഒരേ വരയിലാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. എടാ, ആരം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ആദ്യം എന്ത് വരയ്ക്കണം? ആ വൃത്തം അല്ലെങ്കിൽ എന്ത് വരയ്ക്കുക? സർക്കിൾ വരച്ചു. സെൻറ്ററിൽ നിന്നും 7.5 ഡിസ്റ്റൻസ് എവേ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. നേരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് എന്ത് വരയ്ക്കണം? ടാൻജൻറ്റ് അല്ലെങ്കിൽ തൊടുവര വരയ്ക്കാനാണ് പറഞ്ഞ്. അത് കുറേ വട്ടങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസാണ്, നിങ്ങൾക്ക് അറിയാതെ ചെയ്യാൻ. ഓക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. 3 സെൻറ്റിമീറ്ററിൽ എന്ത് വരയ്ക്കുക? സർക്കിൾ വരയ്ക്കുക. ഈ സെൻറ്ററിൽ നിന്നും നേരെ ഇപ്പുറത്തേക്ക് എന്ത് വരയ്ക്കുക? 7.5 ഇല്ലേ? എത്ര പറഞ്ഞേ? 7.5 അല്ലേ? 7.5 അകലെ എന്ത് മാർക്ക് ചെയ്യുക? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഹാഫിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് മുകളിലേക്ക് ഒരാർക്ക്, അടിയിക്കൽ ഒരാർക്ക്, ഇവിടുന്നും ഒരാർക്ക് അടിക്കുക, ഒരാർക്ക് അടിക്കുക, നേരെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്റർ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിന് 2 അറ്റത്തുനിന്ന് ഇവന് കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് 2 വര വരച്ചാൽ ടാൻജൻ്റായി. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് കുറേ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു ഇൻ സർക്കിൾ ഉണ്ട്. യെസ്. ഓക്കെ, ദ ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ടച്ചസ് ദി സൈഡ്സ് അറ്റ് PQR. ഇവൻ പിയിലും ക്യൂലും ആറിലൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്.
ദ പെരിമീറ്റർ അല്ലെങ്കിൽ ഇവൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദ ലെങ്ത് എ ബി 7 സെൻറ്റിമീറ്റർ. ഇത് 7 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എ പി പ്ലസ് ബി ക്യു പ്ലസ് സി ആർ ഈസിക്കൽ 12 സെൻറ്റിമീറ്റർ. ഇത് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ നമുക്ക് തരാത്ത ആൾക്കാരെ എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ടെക്നിക്കാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നോക്കിക്കോ കേട്ടോ, നോക്കിക്കോ, ഞാൻ ഈ ചിത്രം ചെയ്യാൻ പോകണം, നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും, നോക്കി കേട്ടോ. ഇയാളല്ലേ, ഞാൻ ഇയാൾ എ പിക്ക് എക്സ് എന്ന് കൊടുത്തു. എ പിക്ക് എക്സ്, ഇത് മൊത്തം 7 എയാ. ഇത് എക്സ് കൊടുത്താൽ ഇയാൾ എത്രയാണ്? 7 - x. ഇനി ആലോചിച്ചോ, പുറമേയുള്ള ഒരു ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് എന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കുക, രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ലെങ്ത്തും സെയിം ആണ്, ഈ ലെങ്ത്തും സെയിം ആണെങ്കിൽ ഇത് എക്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റാണ്. ബി എന്നുള്ള ടാൻജൻറ്റ് 7 - x ആണ്. ഈ ബിയിൽ അടുത്ത ടാൻജൻറ്റ് ഉണ്ട്, ഇതും അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും? 7 - x ആണ്. ശ്രദ്ധിച്ചോ? ഓക്കെ, ഈ 2 ടാൻജൻറ്റ് സെയിം ആണ്, ഈ 2 ടാൻജൻറ്റ് സെയിം ആണ്. ഈ പുറമേയുള്ള വേറെ പോയിന്റ് സി ഉണ്ട്, ഇവിടുന്ന് 2 ടാൻജൻറ്റ് വരച്ച്, അപ്പോൾ ഈ 2 ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അത് ഞാൻ തൽക്കാലം എന്ത് കൊടുക്കുക? ഒരു വൈ എന്ന് കൊടുക്കുക. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോ അടാ മക്കളെ, ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ എന്താണെന്ന് കിട്ടും. എന്ത് കിട്ടും? വൈ എന്താണെന്ന് കിട്ടും. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോട്ടോ. ഇത് മൊത്തം കൂട്ട്, ഇത് മൊത്തം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ടെക്നിക്ക് ശ്രദ്ധിച്ചോ, സിമ്പിൾ പരിപാടിയാണ്. പെരിമീറ്റർ എന്തിനാണ് തന്നതെന്നുള്ളതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 24 അല്ലേ? ടെക്നിക്ക് നോക്കിക്കോട്ടോ, ഒരു പണി ഉണ്ടാവില്ല. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവല്ലേ, ഇത് മൊത്തം കൂട്ടിയാൽ പോരെ. നോക്കിക്കോട്ടോ, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ് 24. ഓക്കെ, നോക്കിക്കോട്ടോ. എ ബി എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, ഇതെത്രയാണ്? 7 സെൻറ്റിമീറ്റർ. ഓക്കെ, സെറ്റ്, പെർഫെക്റ്റ്. പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, ബി സി എന്ന് പറഞ്ഞാൽ എന്താ? എ - എക്സും വൈയോടും കൂട്ടുക എന്ന് പറഞ്ഞാൽ എ - എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇയാൾ പ്ലസ് എ സി എന്ന് പറഞ്ഞാൽ ഇയാൾ എക്സും വൈയോടും കൂട്ടുക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24. ഓക്കെ അല്ലേ? ഞാൻ ഈ ബ്രാക്കറ്റ് തുറക്കുക കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്തോ. 7 + 7 - x പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24. ഓക്കെ അല്ലേ? -x പോയി, +x പോയി. ഓക്കെ അല്ലേ? ഈ എയും കൂട്ടി എത്രടാ? 14 അല്ലേ? പ്ലസ് ഒരു വൈയും കൂട്ടി എത്ര? 2y ഈസ് ഈക്വൽ ടു 24. ഈ 14 അങ്ങോട്ട് തട്ട്, ഈ 14 ഇങ്ങോട്ട് തട്ടുന്ന സമയത്ത് എന്താവും? 2y എന്ന് പറഞ്ഞാൽ 24 - 14 എന്ന് പറഞ്ഞാൽ 2y എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. y എന്ന് പറഞ്ഞാൽ 10/2 എന്ന് വരും. അത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഓക്കെ മക്കൾ നോക്കടാ, വൈ അത്രയും കിട്ടി, 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. വൈ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒന്നും ഇവിടെ നോക്ക്, ഇത് 5 സെൻറ്റിമീറ്റർ എന്നല്ല അർത്ഥം, ഇത് 5 ആണ്. അപ്പോൾ ഇതും 5 ആണ്. സെറ്റല്ലേ? ഓക്കെ, ഇതും 5 ആണ്, ഇതും 5 ആണ്. ഫുള്ള് കിട്ടി. നോക്കി ചെയ്തോ. ഓക്കെ, പ്രൂവ് ദാറ്റ് എ പി പ്ലസ് ബി ക്യു പ്ലസ് സി ആർ ഈസിക്കൽ 12 എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഇത് എ പി പ്ലസ് ബി ക്യു പ്ലസ് സി ആർ. നോക്കിക്കോട്ടോ, ശരി നോക്കിക്കോ. എ പി നോക്കിക്കോ, എ പി എത്ര? എക്സ്. സെറ്റ്. ബി ക്യു എത്ര? ബി ക്യു 7 - x. ഓഫ് ഏതാ? സെറ്റ്. സി ആർ എത്ര? 5. അതും കിട്ടി. നീ കൂട്ടി വെക്ക്. ഇത് കൂട്ടുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു എക്സും -x ക്യാൻസലായി. 7 5 കൂട്ടി എത്ര? 12. ഓഫ് നോക്കടാ, എന്ത് സിമ്പിളാ. അതാ പറ, ആദ്യം ഇങ്ങനെ ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ സിമ്പിളാണ്. ഇത് പല മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് എ ബി എ സി അങ്ങോട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് വരാം. പക്ഷേ അതിനേക്കാൾ സുഖം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്തുന്നതാണ്. എ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. ക്യൂ സി. ഈ ക്യൂ സിൻ്റെ ലെങ്ത് എത്രയാണ്? അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞ് എത്രയാണ്? 5. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cone of radius 12 cm is made by folding a sector and cut from a circle of radius 20 cm. ഒരു വൃത്താംശം കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് അത് റൗണ്ടാക്കി ഇങ്ങോട്ടൊരു കോണാക്കുകയാണ് അല്ലേ? ആ വൃത്താംശം അല്ലെങ്കിൽ ആ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ശ്രദ്ധിക്കണം, സെക്ടർ റേഡിയസ് ഞാൻ എപ്പോഴും പറയുന്ന വൃത്താംശത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ കോണ്ടെ എന്താണ് മക്കളെ? സ്ലാൻഡ് ഹൈറ്റ് ആണ്. കോണ്ടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സെറ്റല്ലേ? ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞത് എന്താ? ഇത് നമുക്ക്
ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. കോണിൻ്റെ കേസ് വരുമ്പോൾ ഇത് മനസ്സിലാക്കണം. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രകോൺ കാണാനാണ്. കേന്ദ്രകോൺ കാണാൻ മക്കളെ ഇങ്ങനെ അടുത്തുള്ള ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് നോക്കടാ, ഇത് നോക്കുന്ന സമയത്ത് നോക്കിയോളി. ഇത് കാണാൻ നമ്മളെടുത്ത ഇക്വേഷൻ R/L = x/360. R എന്ന് പറഞ്ഞാൽ കോണിൻ്റെ റേഡിയസ്. കോണിൻ്റെ റേഡിയസ് നോക്കുന്ന സമയത്ത് 12 ആണ്. എത്രയാണ്? 12 നേരിടുക L സ്ലാൻഡ് ഹൈറ്റ് 20 = x. ഇതാണ് നമ്മൾ കേന്ദ്രകോൺ കാണേണ്ട ആൾ. ഡിവൈഡഡ് ബൈ 360. സിമ്പിൾ അല്ലേ? 360 അങ്ങനെ തട്ടുക. 12 × 360 ഡിവൈഡ് ബൈ 20. ഇത് ചെയ്യുന്ന സമയം 12 × 18 216 ഡിഗ്രി എന്ന് കിട്ടും. എത്ര ഡിഗ്രി? 216 ഡിഗ്രി. ഓക്കെ, വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ CSA കാണണം. CSA കാണുന്ന ഇക്വേഷൻ എന്താ? πRL π × R 12 L എത്രയാ? 20. ഇതും ചെയ്യുന്ന സമയത്ത് 240 π സെൻറ്റിമീറ്റർ സ്ക്വയർ. 250 π സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇയാളിടാൻ മറക്കരുത്, യൂണിറ്റ് നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, എ ലൈൻ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2,3 ആൻഡ് 5,9. ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ മുകളിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് 2,3 ആണ് മക്കളെ, മറ്റേതൊന്നുള്ളത് 5,9 ആണ്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള എന്ത് കാണാനാണ്? സ്ലോപ്പ് കാണാൻ. ക്വസ്റ്റ്യൻ സ്ലോപ്പ് കാണാനല്ലേ? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താണ്? y2 - y1 / x2 - x1 ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു y2 - y1 എന്ന് പറഞ്ഞാൽ 9 - 3, x2 - x1 5 - 2 എന്ന് പറഞ്ഞാൽ 6/3. സ്ലോപ്പ് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. എത്ര കിട്ടും? 3 എന്ന് കിട്ടും. പെർഫെക്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇക്വേഷൻ കാണാനല്ലേ? ഇക്വേഷൻ കാണാൻ അടുത്ത ഇക്വേഷൻ പറഞ്ഞോളി. ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y - y1 / x - x1 = ചരിവ് അല്ലെങ്കിൽ എന്ത്? അല്ലെങ്കിൽ സ്ലോപ്പ് അല്ലേ? യെസ്, ഈസ് ഈക്വൽ ടു y ഈ വൈക്കും എക്സിന് ഇട്ട് കൊടുക്കാൻ പാടില്ലേ? ഒന്നും കൊടുക്കണ്ട, അതന്നെ അതേപോലെ എഴുതുക. x1 ഉം y1 ഉം. ഞാൻ എൻ്റെ പോയിന്റ് ഇപ്പോൾ ഞാൻ 2,3 എന്ന് വിചാരിച്ചോ. ആ പോയിന്റ് എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുക. y - 2,3 അല്ലേ? ആ y1 എത്രയാടാ? y1 എത്രയാണ്? 3. ഇട്ട് കൊടുക്ക്. y1 3 / x - x1 2 = ചരിവ്. സ്ലോപ്പ് എത്രയാണ്? 3. സെറ്റാണോ? ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് അടിയിൽ 1 കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് y - 3 × 3 × x - 2. ഓക്കെ അല്ലേ? ഇത് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താക്കുക? y - 3 ഇത് ബ്രാക്കറ്റിനുള്ളിലേക്ക് എടുക്കുക. 3x - 2. സെറ്റല്ലേ? ആണ്. ഈ -3 ഇങ്ങോട്ട് കൊണ്ടുപോടാ. അപ്പോൾ y ഈസ് ഈക്വൽ ടു 3x - 2 + 3. y ഈസ് ഈക്വൽ ടു 3x + 1. y ഈസ് ഈക്വൽ ടു 3x + 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേണം ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവരാം. y - 3x = 1 എന്ന് എഴുതാം. ഓക്കെ, നിങ്ങളെ ഇഷ്ടം. ഇങ്ങനെ എഴുതി വെച്ചാലും ഉത്തരം കിട്ടും, മാർക്ക് കിട്ടും, പ്രശ്നമില്ല. നോക്കിയോളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളി. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ C ക്വസ്റ്റ്യൻ. ഇതിനെ C ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 1,5 ഈ വരയിലെ ഒരു ബിന്ദു ആണോ എന്ന ക്വസ്റ്റ്യൻ. C ക്വസ്റ്റ്യൻ 1,5 ഈ വരയിലെ ഒരു ബിന്ദു ആണോ എന്ന ക്വസ്റ്റ്യൻ. 1,5 നോക്കടാ. എന്നാ ചെയ്യേണ്ടത് അറിയും? ഒരു പണിയില്ല. ഇതിൻ്റെ x ആരാ? 1, y ആരാ? 5. ചെയ്യണമെന്ന് അറിയോ? ഈ 1 എടുത്തിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. എക്സിന് ഇട്ട് കൊടുക്കുക. ഇവൻ്റെ x 1 അല്ലേ? ഈ x ഇട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് y 5 കിട്ടുന്നുണ്ടോ നോക്കുക. കാണിച്ചു തരാം. y ഈസ് ഈക്വൽ ടു 3x + 1. ശരിക്കും x 1 ഉം y 5 ആണ്. അപ്പോൾ എക്സിന് ഇവിടെ 1 ഇട്ട് കൊടുത്താൽ y നമുക്ക് 5 കിട്ടണം. 5 കിട്ടണം നോക്ക്. 3 × 1 + 1. 3 × 1 3 + 1 = 4. 5 കിട്ടണ്ട ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ആ വരയിലെ ഒരു ബിന്ദു അല്ല, ആ വരയിലെ ഒരു പോയിന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില മക്കൾ ചെറുതായിട്ടൊന്ന് ഇടങ്ങാറായിട്ടുണ്ടാവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. സാറേ ഞങ്ങൾ ഇതുവരെ x² ഇങ്ങനെ കോഎഫിഷ്യൻ്റുള്ള ക്വസ്റ്റ്യൻ കണ്ടില്ല, x² കൂടെ ആരുമില്ലേന് അല്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടീന്. നിങ്ങൾ ബേജാറാവണ്ട, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ പറഞ്ഞു ശ്രദ്ധിച്ചോ. ഇങ്ങനെ ചെയ്യൽ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് p(2). ഒരു p(x) നിൽക്കണം. 2x² - ax + 9. ഓക്കെ, ഇതിൻ്റെ p(2) എങ്ങനെയാണ് കാണലെന്ന് വെച്ചാൽ നോക്കിക്കോടാ. ഇതിൻ്റെ p(2) കാണൽ സിമ്പിൾ പരിപാടിയാണ്. p(x) ഈസ് ഈക്വൽ ടു 2x² - ax + 9.
പി ഓഫ് ടു കാണാൻ എക്സിന് 2 കൊടുക്കുക. 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ മൈനസ് എ ഇൻറ്റു 2 പ്ലസ് 9, 2ൻ്റെ സ്ക്വയർ 4, നേരെ മൾട്ടിപ്പിൾ 14 പ്ലസ് 9 നേരെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. എന്ത്? പി ഓഫ് ടു 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇങ്ങോട്ട് കാണാൻ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടോ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ. എന്ത് കാണാൻ? സൊല്യൂഷൻ കാണാൻ എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞല്ലേ? ആ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. എടാ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ? എവിടെ പഠിച്ചതാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചാ. വാ, ഇതാണ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം പി ഓഫ് എക്സ് ചെയ്താ 2x² പ്ലസ് 7x പ്ലസ് 9 മൈനസ് പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 3 ചെയ്താ 2x² പ്ലസ് 7x 9 3 പോയാൽ 6 വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ എന്താ? x² കോഎഫിഷ്യൻറ്റ് 2 ആണ്, എക്സിൻ്റെ -7, പിന്നെ നമ്പർ മാത്രം 6 വരും. ആദ്യം b² മൈനസ് 4ac കാണുക. b² മൈനസ് 4ac എന്ന് പറയുമ്പോൾ ബിൻ്റെ സ്ക്വയർ മൈനസ് എയുടെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ഇൻറ്റു 6 49 മൈനസ് 48 എന്ന് ചെയ്താൽ കറക്റ്റ് 1 എന്ന് കിട്ടും. b² മൈനസ് 4ac. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് അറിയാം എന്ത് ഇക്വേഷൻ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. സെറ്റ് അല്ലേ? അപ്പം നോക്കുക, ഈ ഇക്വേഷൻ കിട്ടി കൊടുക്കുക. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എടാ ബി എന്ന് പറഞ്ഞാൽ മൈനസ് എയാ. അപ്പോൾ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 7 ആയി. 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 2 ഇൻറ്റു 2 സെറ്റ്. എ പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4 എന്ന് വരും. ഓക്കെ, ഇതിനെ 2 ബ്രാഞ്ചാക്കി. ഒന്ന് പ്ലസും കൊടുത്ത് മൈനസും കൊടുത്ത് എ പ്ലസ് 1/4 8/2 2 എന്ന് കിട്ടും. അല്ലാത്തതിന് ഉത്തരം 6/4 3/2 എന്ന് കിട്ടും. ഇത് രണ്ടുമാണ് മക്കളെ എന്ത്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടുമാണ് എന്ത്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. സെറ്റല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇത്രയുമാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഉത്തരം ലാസ്റ്റ് കിട്ടും. ഇത് രണ്ടുമാണ് എന്ത്? സൊല്യൂഷൻ. ഇത് രണ്ടുമാണ് എന്ത്? സൊല്യൂഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഹ, ഒരു സോളിഡ് മെറ്റൽ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ്. ഒരു അർദ്ധഗോളത്തിനെ ഉരുക്കിങ്ങാട്ട് ഞാൻ എന്താക്കി മാറ്റി? ഒരു ഗോളാക്കി മാറ്റി അല്ലേ? ഒരു അർദ്ധഗോളുണ്ട്. ഈ അർദ്ധഗോളത്തിനെ ഉരുക്കിങ്ങാട്ട് ഞാൻ എന്താക്കി മാറ്റി? ഒരു ഗോളാക്കി മാറ്റി. ഓക്കെ, കുറേ ഗോളങ്ങളാക്കിയാണ്. അപ്പോൾ ചോദിച്ചെന്താ അറിയോ? എത്ര ഗോളം അല്ലെങ്കിൽ എത്ര സ്ഫിയർ ഉണ്ടെന്ന്? സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ അർദ്ധഗോളല്ലേ, ഈ ഹെമിസ്ഫിയർ ഓൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ആരെ വോളിയം ചെയ്യുക? സ്ഫിയറിൻ്റെ വോളിയം ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ സ്ഫിയർ നമുക്കറിയാം ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്താ? ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 πr³ ഡിവൈഡഡ് ബൈ 4/3 πr³. ശരിയല്ലേ? അതാണ് ഇവിടെ ചെയ്തത്. 2/3 π, 6 എന്ന് പറഞ്ഞാൽ r³ 10 ഡിവൈഡഡ് ബൈ 4/3 ഇൻറ്റു π ഇൻറ്റു 1 സിമ്പ പൈ പോയി 3 പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ലാസ്റ്റ് 500 എണ്ണം എന്ന് കിട്ടും. എത്ര കിട്ടും? 500 എണ്ണം. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first term of an arithmetic sequence is 5 and common difference 4. ഓക്കെ, ഒന്നാമത്തെ പദം 5 ആണ്, അതിൻ്റെ പൊതുവ്യത്യാസം 4 ആണ്. ഓക്കെ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ മക്കളെ. എന്താ? xn ഈസ് ഈക്വൽ ടു എന്താ? dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4n പ്ലസ് 5 4 പോയാൽ എത്രയാണ്? 1. 4n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതാ ഉത്തരം. എത്രയാണ്? xn ഈസ് ഈക്വൽ ടു 4n പ്ലസ് 1. സെറ്റാണ്. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്? എടാ സിമ്പിളാണ്. അത് കാണാൻ ഞങ്ങൾ ട്രിക്ക് പറഞ്ഞതാണ്. പക്ഷെ അല്ലാത്ത ആൾക്കാർ ഇക്വേഷൻ അറിയാം. എന്താ ബിൻ്റെ ഇക്വേഷൻ? എന്താ? ഡിവൈഡ് ടു n² പ്ലസ് എഫ് മൈനസ് ഡിവൈഡ് ടു എൻ. ശരിയല്ലേ? നോക്ക്, ഡി എന്ന് പറഞ്ഞാൽ എത്ര? ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എത്രയാണ്? 4. 4 പകുതി എത്ര? 2. 2n² പ്ലസ് 2n² പ്ലസ് എഫ് എത്ര? എഫ് ഫസ്റ്റ് ടേം 5 മൈനസ് 4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2 3n എന്ന് വരും. എത്ര വരും? 3n. ഓക്കെ, കിട്ടി.
പരിപാടി കഴിഞ്ഞു. ഇനി കാണാൻ പറഞ്ഞ സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 20 ടേമിൻ്റെ സമ്മ് കാണണം. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. അത് കാണാൻ എന്താ x20 ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ എന്നിന് എന്ത് കൊടുത്താൽ മതി 20 കൊടുക്കുക. 2 × 20 സ്ക്വയർ പ്ലസ് 3 × 20 ചെയ്താൽ 2 × 400 പ്ലസ് 60 കിട്ടും. ഓക്കെ, ഇത് 800 പ്ലസ് 60 860 എന്ന് കിട്ടും. എത്ര കിട്ടും? 860 എന്ത് കിട്ടുക? സമ്മ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വൃത്തം ആധാരബിന്ദു -3,0,0,4 എന്നീ ബിന്ദുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ടാ. ഈ സർക്കിൾ ഒറിജിനുണ്ട് -3,0,0,4 എന്നീ പോയിന്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യേണ്ടതാ. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. യെസ്, നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഡയാമീറ്റർ കാണണം. ഈ സർക്കിളിൻ്റെ വ്യാസം കാണണം. ഡയാമീറ്റർ കാണണ്ടേ? അപ്പോൾ നോക്കിക്കോട്ടെ. ശരിക്കും ഒന്ന് ആലോചിച്ചോട്ടെ, ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചോ. ഇതല്ലേ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ? ഇതല്ലേ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ? എങ്ങനെയായി പറഞ്ഞുതരാം. എടാ, ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്താണ് 90 അല്ലേ? ആണ്. ഒരു അർദ്ധവൃത്തത്തിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വ്യാസം ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഡയാമീറ്ററാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഡയാമീറ്റർ, ഇതല്ലേ വ്യാസം. ഓരോ ഡിസ്റ്റൻസ് കണ്ടാൽ പോരെ. ഡിസ്റ്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് ഇക്വേഷൻ കുറച്ച് ഉപയോഗിച്ചാൽ മതി. എന്താണ്? x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. രണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം കണ്ടാൽ മതി മക്കളെ. ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം കാണാ. എന്താണ്? 0 - -3 0 - -3ൻ്റെ സ്ക്വയർ പ്ലസ് y2 4 - 0ൻ്റെ സ്ക്വയർ 4 - 0ൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുന്ന സമയത്ത് √3ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ വരും. എന്ന് പറഞ്ഞാൽ √9 + 16 ഈസിക്കൽ ടു √25 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. എത്രയാണ്? 5 യൂണിറ്റ്. എത്രയാണ്? 5 യൂണിറ്റ് എന്ന് എന്ത് കിട്ടും? ഡയാമീറ്റർ കിട്ടും. പ്രശ്നമില്ലല്ലോ? ഇല്ല. എ കിട്ടി. അപ്പം നോക്കിക്കോളി, 5 യൂണിറ്റ് എന്ന് ഇവിടെ കിട്ടിയാണ്. 5 യൂണിറ്റ് എന്ന് ഇവിടെ കിട്ടി. സെറ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ കാണണം. ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ കേന്ദ്രം കാണണം. അതാണ് ബി ക്വസ്റ്റ്യൻ. കേന്ദ്രം കാണാൻ 2 അറ്റങ്ങളിലെ ബിന്ദുക്കൾ തന്നു കഴിഞ്ഞാൽ കേന്ദ്രം അല്ലെങ്കിൽ മിഡ് പോയിന്റ് കാണാനല്ലേ? ഈ മിഡ് പോയിന്റ് കാണണമെങ്കിൽ മധ്യബിന്ദു കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? x1 + x2/2, y1 + y2/2. അതാണ് ഇവിടെ ചെയ്ത്. എന്ത്? x1 + x2 -3 + 0/2, 0 + 4/2 -3/2 -1.5, ഇത് 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. വൃത്തത്തിൻ്റെ സമവാക്യത്തിന് ഇക്വേഷൻ എന്താ മക്കളെ? എന്താ? x - a ദ ഹോൾ സ്ക്വയർ പ്ലസ് y - b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r² ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ഇവനാണ് a -1.5. അപ്പോൾ ഈ മൈനസ് ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഈ മൈനസ് കൂടി എന്താവും? പ്ലസ് ആവും. x + 1.5ൻ്റെ സ്ക്വയർ പ്ലസ് y - b എത്ര? 2. 2ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് വ്യാസം കിട്ടിയ 5 അല്ലേ? അപ്പോൾ ആരം റേഡിയസ് എത്ര? അതിൻ്റെ പകുതി 2.5ൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുന്ന സമയം ഇപ്പം മക്കൾ ഇവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾ മാർക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇതുമാണെങ്കിൽ ഒന്ന് ഉഷാറാക്കി ചെയ്താൽ 2.5ന് 6.25 ഒന്ന് വൃത്തിയാക്കി എഴുതിയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. Draw a triangle of sides 4 cm, 5 cm and angle between them is 70 degree. Okay. Draw the in circle of the triangle and measure its in radius. മക്കളെ നോക്കടാ, ഇത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നോക്കടാ, ജസ്റ്റ് എന്താണ്? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇൻ സർക്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടി ഈ ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ അല്ലേ? ഈ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ഈ ട്രയാങ്കിളിനെ നമുക്ക് എന്ത് ചെയ്യുക? ആംഗിൾ ബൈസെക്ടർ എടുക്കുക. ബൈസെക്ടർ എടുത്തിട്ട് ഇതിന് എന്ത് കിട്ടും? സെൻറ്റർ കിട്ടും. ഈ സെൻറ്റർ കിട്ടി ഇവിടേക്ക് നേരെ ലൈൻ വരച്ചിട്ട് നേരെ എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരച്ചെടുത്താൽ മതി. ഇത് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ചിത്രം ഇങ്ങനെയാണ് വരിക എന്ന് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിയോളി, ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ കളിപ്പാട്ടത്തിൻ്റെ ബേസ് അടിയിൽ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, മുകളിൽ ഒരു കോൺ ഉണ്ട് അല്ലേ? ഒരു ഹെമിസ്ഫിയർ കോൺ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടോയ് ഉണ്ടാക്കിയെടുത്ത്, ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിയെടുത്ത്. സെറ്റ്. ഓക്കെ, ഇതിന് കോമൺ റേഡിയസ് 3 ആണ്. ഇത് 3 ആണ്. കോമൺ റേഡിയസ് 3. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് 17 ആണെങ്കിൽ ഈ കോണിൻ്റെ ഹൈറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ? എടാ,
ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണ്. ഇത് മൊത്തം 17 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ 17 3 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 14. അപ്പോൾ ഫസ്റ്റ് ഉത്തരം കിട്ടി 14. ഓക്കെ ആണ്, ഫസ്റ്റ് ആൻസർ കിട്ടി 14. പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഈ ടോയിൻ്റെ മൊത്തം വോളിയം കാണണം. ഈ ടോയിൻ്റെ മൊത്തം വോളിയം കാണാൻ എന്താ ചെയ്യേണ്ടി അറിയോ? ഒരാളുടെ വോളിയം V1 ആണ്, മറ്റേ ചെങ്ങൻ്റെ വോളിയം V2 ആണ്. വ്യാപ്തം, ഇവൻ്റെ വ്യാപ്തം V1 ആണ്, ഇവൻ്റെ വ്യാപ്തം V2 ആണ്. ഈ രണ്ട് വ്യാപ്തം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. V1 + V2 എന്ന് പറഞ്ഞാൽ 1/3 πr² h + 2/3 πr³ വരും. ഇത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 1/3 π × 6 3ൻ്റെ സ്ക്വയർ പ്ലസ് ഇൻറ്റു 3 × 14 × 14 പ്ലസ് 2/3 π × 3 × 3 അപ്പോൾ നേരെ കട്ട് ചെയ്ത് ഈ 3 കട്ടായി, ഈ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 42 π + 18 π കിട്ടും. 60 π cm³ വരും. ശ്രദ്ധിക്കണം, യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, cm³ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സ്റ്റാറ്റി അല്ലെങ്കിൽ സ്ഥിതിവിവരണ കണക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കുറേ ടൈപ്പാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തരാണ് മക്കളെ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ആദ്യം ഈ ടേബിളിൻ്റെ പോലെ തന്നെ വേറെ ടേബിൾ ഉണ്ടാക്കി വെക്കുക. സെയിം ഹെഡിങ് ഉള്ള ഡെയിലി വേജ്, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ദിവസ കൂലി, അതേപോലെ തന്നെ എന്ത് തൊഴിലാളികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുക. ഇതിൽ ആദ്യം ഇവരെ തന്നിരിക്കുന്ന ഈ ആൾക്കാരെ മാത്രം എടുക്കുക. ഓനെടുക്കുക, എന്ത് ചെയ്യുക? 900, 1000, 1100, 200, 300, 400 ഇങ്ങനെ ചെയ്താൽ ആണ്. ഇവിടെ ബിലോ ഇടുക. മലയാളക്കാരാണെങ്കിൽ താഴെ ഇതുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് ഇല്ലേ, ഓൻ്റെ ഇതേമാതിരി ആദ്യം 5 എഴുതുക. പിന്നെ ഈ 7ഉം 5ഉം കൂട്ടി 12 കൂട്ടുക. പിന്നെ 6ഉം 12ഉം 8, അടുത്ത 10ഉം 18 28, അങ്ങനെ ഓരോന്ന് കൂട്ടി എഴുതുമ്പോൾ 45 ലാസ്റ്റ് വരും. ഓടല്ലേ, ഒറ്റ സംഖ്യ അല്ലേ. ഓൻ്റെ സ്ഥാനം കാണുന്ന ഇക്വേഷൻ എന്താ മക്കളെ? ജസ്റ്റ് n + 1/2, 45 + 1/2, 46/2, 23 എന്ന് കിട്ടും. ഇനി D കാണാമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടി 23 ഇതിലുണ്ടോ നോക്കുക. ഇതിലുണ്ടോ? 23 ഇല്ല. പക്ഷേ 23 രണ്ട് നമ്പറിൻ്റെ ഇടയിലേക്ക് ഉണ്ടാവുക, 18ൻ്റെയും 28ൻ്റെയും ഇടയിൽ. അതാണ് ഞാൻ കട്ടിയിൽ വരച്ച്. എന്നിട്ട് ഇവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. D കാണുക. എങ്ങനെ കാണുക? 1200 - 1100 / 28 - 18, 28 - 18 എന്ന് കിട്ടും. അപ്പോൾ 100/10 10 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? അപ്പോൾ 1100 + D/2 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടി. x19 കിട്ടും. x19 കിട്ടും. അത് ഞാൻ പറഞ്ഞു തന്നാ, ഇന്നലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നാ. എങ്ങനെ x19 കാണല്? x19 കാണൽ എങ്ങനെയാ വെച്ചാൽ ഇവൻ്റെ തൊട്ട മുകളിലത്തെ വാല്യൂ നോക്കുക. ആരാണ്? 18. ഈ 18ൻ്റെ തൊട്ടപ്പുറത്തിട്ട് 19 കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 18 തൊട്ടടുത്തുള്ള വാല്യൂ നോക്കുക. ആരാണ്? 1200. ഈ 1200 D/2 കൂട്ടിയാൽ മതി. D/2 D എത്രയാണ്? 10. 10ൻ്റെ പകുതി 5 കൂട്ടിയാൽ വാല്യൂ കിട്ടും. അപ്പോൾ x19 കിട്ടും. ഇനി നമ്മൾ കണ്ട് മീഡിയൻ അല്ലേ? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓനിട്ട് എത്രാമത്തെ? 23ാമത്തെ പദാ. 23rd ആണ് കാണാം. അപ്പോൾ 23rd ടേം കാണുക. ഈ x19 4D കൂട്ടിയാൽ മതി. 1105 + 4 × 10 1145 എന്ന് കിട്ടും. 1145 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് 2 സർക്കിൾസ് മീറ്റ് അറ്റ് എ പോയിന്റ് അറ്റ് C. 2 വൃത്തങ്ങൾ ഒരു സിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക. AB ആൻഡ് CD ആർ കോമൺ ടാൻജൻറ്റ്. ABയും CDയും കോമൺ ടാൻജൻ്റ് ആണ്. ആയിക്കോട്ടെ, ഇതും കോമൺ ടാൻജൻറ്റ് സെറ്റാണ്, നിൽക്കട്ടെ. ഓക്കെ, ടു ദ സർക്കിൾ. ഓക്കെ, പ്രൂവ് ദാറ്റ് D ഈസ് ദ മിഡ് പോയിൻറ്റ്. D ഈ ABൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. മക്കളെ ഒന്ന് നോക്കൂ, ഇവിടെ നോക്ക്. ഈ D എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് എനിക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാം. ശരിയല്ലേ? 2 ടാൻജൻറ്റ് വരയ്ക്കുക. ഈ 2 ടാൻജൻറ്റിന് ലെങ്ത്ത് സെയിമാ എന്ന് പറഞ്ഞാൽ DA ഈസ് ഈക്വൽ ടു DC എന്ന് കിട്ടും. ഇത് രണ്ടും സെയിം അല്ലേ? ഡൗട്ടില്ല. ഓക്കെ, ഇനി നോക്കി ഇതേപോലെ തന്നെ ഈ വൃത്തത്തിനും ഈ സർക്കിളിലേക്ക് എനിക്ക് 2 തൊടുവര അല്ലെങ്കിൽ 2 ടാൻജൻറ്റ് വേറെ വരയ്ക്കുക. അവൻ കിട്ടും DC ഈസ് ഈക്വൽ ടു DB എന്ന് കിട്ടും. ശരിയല്ലേ? എടാ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ. therefore DA ഈസ് ഈക്വൽ ടു DB എന്ന് പറഞ്ഞൂടെ. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞൂടെ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ D അവരുടെ എന്താണ്? മിഡ് പോയിൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. D അവരുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ACB. ഈ ആംഗിൾ ACB കാണാനാണ് പറഞ്ഞത്. ആംഗിൾ ACB കാണാൻ. ഈ ആംഗിൾ ACB കാണാനാണ് പറഞ്ഞല്ലേ? ഈ ആംഗിൾ കാണാനല്ലേ പറഞ്ഞ്? ശ്രദ്ധിച്ചോ, ഞാൻ ചെയ്യാൻ പോകണത് എന്താ വെച്ചാൽ ആദ്യം ഇയാൾക്ക് X എന്ന് കൊടുത്ത്, ഇയാൾക്ക് Y എന്ന് കൊടുത്ത്. പ്രശ്നമുണ്ടോ? ഇല്ല. നോക്ക് മക്കളെ, ഈ ട്രയാങ്കിൾ നോക്കുന്ന സമയത്ത് ചെറുതാക്കിയത്,
ആംഗിൾ എക്ക് എക്സും എന്നും ആംഗിൾ എക്ക് എക്സും ആംഗിൾ ബിക്ക് വൈയും കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ചാലോ, ഇത് എക്സ് ആണെങ്കിൽ ഇയാളും എന്താണ്, എക്സ് ആണ്. ഇയാൾ വൈ ആണെങ്കിൽ ഇയാളും എന്താണ്, വൈ ആണ്. ഇയാളും എന്താണ്, വൈ ആണ്. ശരിയല്ലേ? അപ്പോൾ നോക്ക്, ഇയാൾ എക്സ് ആണ്, ഇയാൾ വൈ ആണ്. ഇയാൾ വൈ ആണെങ്കിൽ ഇയാൾ വൈ ആണ്. ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാൾ എക്സ് ആണ്. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി നോക്കടാ. ആ ട്രയാങ്കിൾ എ ബി സി നോക്കുന്ന സമയത്ത് ആ ട്രയാങ്കിൾ ടോട്ടൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആരൊക്കെ നോക്കി നോക്ക്. ആരൊക്കെയാണ്? ഒരു എക്സ് ഉണ്ട്, ഒരു വൈ ഉണ്ട്, വേറൊരു എക്സ് ഉണ്ട്, ഒരു വൈ ഉണ്ട്. ടോട്ടൽ കൂട്ടുക എക്സ് പ്ലസ് വൈ സെറ്റല്ലേ എന്ന് പറഞ്ഞാൽ 2 × x+y ഈസിക്കൽ 180 എന്ന് എഴുതുക. ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ x+y ഈസിക്കൽ 180/2 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി എത്രയാണ് മക്കളെ? 90 ഡിഗ്രി എന്ന് കിട്ടും. എത്രയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടും. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്ന് വിചാരിക്കണം. നോക്കിക്കോളൂ. ഒന്നാമത്തെ വരി 1 2 1, രണ്ടാമത്തേൽ 1 2 3 + 1 + 2 + 3 + 2 + 1. ഓക്കെ. തേർഡ് 1 + 2 + 3 + 4 പിന്നെ 3 + 2 അങ്ങനെ പോയി അല്ലേ? ആണ്. അപ്പോൾ ഇതിൻ്റെ എത്രാമത്തെ വരി എഴുതണം? 5th. അടുത്ത വരി ഇതാണ്. എന്താ നിങ്ങൾ എഴുതിയില്ലേ? എന്താണ്? 1 + 2 + 3 + 4 + 5 + 6 + 5 + 4 + എക്സെട്ര അങ്ങനെ അങ്ങോട്ട് എഴുതി പോവാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ. എ ക്വസ്റ്റ്യൻ റെഡി. ബി ക്വസ്റ്റ്യൻ നോക്കടാ. ഇതിൻ്റെ സമ്മ് കാണണം, ഈ ലൈൻ്റെ സമ്മ് കാണണം. അപ്പോൾ അതിൻ്റെ ട്രിക്ക് നിങ്ങൾ ഇവിടെ നോക്കിയോളി. ഒന്നാമത്തെ വരിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡിൽ ടേമിൻ്റെ സ്ക്വയറാണ്. നടുവുത്തോൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4. ഈ വരിൻ്റെ ആണെങ്കിൽ കറക്റ്റ് പിന്നെ നടുവുത്തോൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ. അടുത്തതാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ. അടുത്താണെങ്കിൽ 5ൻ്റെ സ്ക്വയർ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ. കറക്റ്റ് ഇതിൻ്റെ മിഡിലിൽ ആരാ? 15. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. ഓക്കെ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ കിട്ടി 225. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി ലൈൻ ഗിവൺ ദി സം 400. എടാ സമ്മ് 400. സമ്മ് 400 ആണെങ്കിൽ മിഡിൽ ടേം കിട്ടണമെങ്കിൽ നേരെ റൂട്ട് എടുത്താൽ പോരെ. ഒന്ന് നോക്കടാ. 4 സമ്മ്, 4 റൂട്ട് എത്ര? 2. മിഡിൽ ടേം കിട്ടി. 9 സമ്മ്. ഇതിൻ്റെ റൂട്ട് എടുക്ക് 3. 16 റൂട്ട് എടുക്ക് 4. അപ്പോൾ 400ൻ്റെ റൂട്ട് എടുത്താൽ 400ൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എത്രയാണ്? 20 എന്ന് കിട്ടും. എത്ര കിട്ടും? 20. സെറ്റല്ലേ? സി അതും കിട്ടി. അടുത്ത ഡി ക്വസ്റ്റ്യൻ. ഡി പറഞ്ഞെന്താ വെച്ചാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n കാണാനാണ്. n കാണാൻ ശ്രദ്ധിച്ചോട്ടോ. ഈ ഡി ക്വസ്റ്റ്യനിൽ കുറേ തന്നില്ലേ? ഇവൻ്റെ മിഡിൽ ടേം അല്ലെങ്കിൽ നടുത്തോൻ്റെ സ്ക്വയർ ആയിരിക്കൂലേ 2500. ഇവൻ നടുവിൽ ആരെ കറക്റ്റ് ഉള്ളത്? 3n - 1. ഓൻ്റെ സ്ക്വയർ എടുക്ക്. അത് എത്രയാണ്? 2500 പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇനി സ്ക്വയർ അങ്ങോട്ട് തട്ട്. 3n - 1 = √2500. ശരിയല്ലേ? 2500 റൂട്ട് എത്രേ? 3n - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ഇത് നിങ്ങൾക്ക് കിട്ടും എത്രയാണ്? 50 എന്ന് കിട്ടും. എത്രയാണ്? 50 എന്ന് കിട്ടും. സെറ്റല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി ഇവിടെ എഴുതി 3n - 1 = 50 എന്ന് കിട്ടും. അങ്ങനെ 3n എന്ന് പറഞ്ഞാൽ 50 + 1 51. n = 51/3. എത്രയാണ്? 10. എത്രയാണ്? 17 എന്ന് കിട്ടും. എത്ര കിട്ടും? 17 എന്ന് കിട്ടും. എത്ര കിട്ടും? 17 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇതോടുകൂടി നമ്മുടെ എന്ത് തീരാണ്? ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ 2024 മോഡൽ എക്സാമിലെ ഈ പേപ്പർ നമ്മൾ വളരെ നീറ്റായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്ര വലിയൊരു ഹെവി പേപ്പർ അല്ല. അപ്പോൾ ജസ്റ്റ് ഈ ഐഡിയ വെച്ച് ബാക്കിയുള്ള എല്ലാ പേപ്പറും റെഫർ ചെയ്ത് ഉഷാറായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.